അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആനെ പരിഹസിക്കുന്ന കപടവിശ്വാസികളെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അവരിൽ ഈ ഖുർആൻ ഒരു ഗുണപരമായ സ്വാധീനവും ചെലുത്തുകയില്ല എന്ന് മാത്രമല്ല, അവർ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള തൗഫീക്ക് പോലും ലഭിക്കാതെ അവർ മരണമടയുമെന്നാണ് കഴിഞ്ഞ ആയത്തിൽ അവസാനിപ്പിച്ചത്. തുടർന്ന് അവരെക്കുറിച്ച് തന്നെ പറയുകയാണ്, കാര്യങ്ങൾ ഗ്രഹിച്ചു മനസ്സിലാക്കി സത്യമാർഗം സ്വീകരിക്കാനുള്ള എത്രയോ അനുഭവങ്ങൾ അവർക്ക് മുമ്പിലൂടെ കടന്നുപോയി. സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന എത്രയോ ഉത്ബോധനങ്ങളും പരീക്ഷണങ്ങളും സംഭവങ്ങളും അവർക്ക് ലഭിച്ചു. അവർക്ക് ശിക്ഷാരൂപത്തിലുള്ള പല ദൃഷ്ടാന്തങ്ങളും പരീക്ഷണങ്ങളും നൽകി. എന്നിട്ടൊന്നും യാതൊരു ആത്മവിചാരണക്കും തയ്യാറാവാതെ, തെറ്റുകൾ തിരുത്തി പശ്ചാത്തപിക്കാൻ തയ്യാറാവാതെ മുന്നോട്ടു പോവുകയാണവർ. ഇതുകൊണ്ട് തന്നെയാണ് തൗബക്ക് ഉദവി ലഭിക്കാതെ അവർ മരിച്ചു പോകുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ദൗത്യം, അല്പം ക്ലേശകരമായ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെടുന്ന വല്ല കൽപ്പനയും ഖുർആനിലൂടെ അവർക്ക് കേൾപ്പിക്കപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ സദസ്സിൽ നിന്ന് ആരും കാണാതെ തന്ത്രപരമായി അവർ മുങ്ങും. ഇതുകൊണ്ടൊക്കെ തന്നെ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഉദവി നൽകാതെ തിരിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ന് പഠിക്കുന്ന 126, 127 ആയത്തുകളിൽ കപടവിശ്വാസികളെയും സത്യനിഷേധികളെയും ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത്. ആദ്യം 126 ആയത്ത് നോക്കാം. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈനി സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. കൊല്ലം തോറും ഒന്നോ രണ്ടോ തവണ തങ്ങൾ പരീക്ഷണത്തിലകപ്പെടുന്നത് ഇവർ കാണുന്നില്ലേ? എന്നിട്ടും ഇവർ പശ്ചാത്തപിക്കുന്നില്ല, ഉത്ബുദ്ധരാകുന്നുമില്ല. അവലാ യറൗന, അവർ കാണുന്നില്ലേ? അന്നഹും യുഫ്തനൂന, അവർ പരീക്ഷിക്കപ്പെടുന്നത്, ഫീ കുല്ലി ആമിൻ, ഓരോ വർഷവും, വർഷം തോറും, മറത്തൻ, ഒരു പ്രാവശ്യം, ഔ മറത്തൈനി, അല്ലെങ്കിൽ 2 പ്രാവശ്യം. ഏതൊരു മനുഷ്യനും അയാൾ ഏത് മേഖലയിൽ ജീവിക്കുന്നവനായാലും, തൊഴിലാളിയാവട്ടെ മുതലാളിയാവട്ടെ, എല്ലാ മനുഷ്യരും ഏതെങ്കിലും തരത്തിൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള അവസരമായി കൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾക്ക് അള്ളാഹു മനുഷ്യരെ വിധേയരാക്കുന്നത്. കൊല്ലത്തിൽ 1, 2 തവണ എന്ന് പറഞ്ഞത് അതിന്റെ വാക്കർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. കൊല്ലം തോറും പലവട്ടം പരീക്ഷിക്കപ്പെടുന്നു എന്ന അർത്ഥത്തിലാണ്. മാത്രമല്ല, ഇവരുടെ ഗൂഢ രഹസ്യങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നതും അവർ അറിയുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങളാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ നൽകിയിട്ടും അവർ തൗബ ചെയ്യുന്നില്ല. സുമ്മലാ യതൂബൂൻ, പിന്നെ അവർ തൗബ ചെയ്യുന്നില്ല, പശ്ചാത്തപിക്കുന്നില്ല. വലാഹും യദ്ദക്കറൂൻ, അവർ ഉത്ബുദ്ധരാവുന്നുമില്ല. ഈ പരീക്ഷണങ്ങൾ അവർ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നില്ല. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരാകാൻ അവർ തയ്യാറാവുന്നുമില്ല. ഇത് കപടവിശ്വാസികളോട് മാത്രമല്ല, ഇസ്ലാമിനോട് ശത്രുത വെച്ചു പുലർത്തുന്ന എല്ലാ നിഷേധികളുടെയും അവസ്ഥയാണ്. തുടർന്ന് കപടവിശ്വാസികൾ പ്രധാനപ്പെട്ട വല്ല ദൗത്യവും ഏറ്റെടുക്കാനുള്ള കൽപ്പന വരുന്ന സമയത്ത് തന്ത്രപരമായി മുങ്ങുന്നതിനെ കുറിച്ചാണ് 127 ആയത്തിൽ പറയുന്നത്. وَإِذَا مَا أُنْزِلَتْ سُورَةٌ نَظَرَ بَعْضُهُمْ إِلَى بَعْضٍ هَلْ يَرَاكُمْ مِنْ أَحَدٍ ثُمَّ انصَرَفُوا صَرَفَ اللَّهُ قُلُوبَهُمْ بِأَنَّهُمْ قَوْمٌ لَا يَفْقَهُونَ. ഓരോ സൂറത്ത് അവതരിക്കുമ്പോഴും നിങ്ങളെ വല്ലവരും കാണുന്നുണ്ടോ എന്ന നിലയിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്യും. അതായത് തഞ്ചത്തിൽ മുങ്ങിക്കളയുകയും ചെയ്യും എന്നർത്ഥം. അള്ളാഹു അവരുടെ മനസ്സുകളെ മറിച്ചു കളഞ്ഞിരിക്കുന്നു. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഓരോ സൂറത്ത് അവതരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു സൂറ അവതരിപ്പിക്കപ്പെടുമ്പോൾ, 2 ആയത്ത് മുമ്പ് ഇതേ വാചകം തന്നെ വന്നതാണ്. അതുകൊണ്ട് വിശദീകരണം ആവർത്തിക്കുന്നില്ല. എങ്കിലും ഇവിടെ സൂറത്ത് ഇറക്കപ്പെട്ടാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വല്ല കൽപ്പനയും ഉൾക്കൊള്ളുന്ന ആയത്തുകൾ ഇറക്കപ്പെട്ടാൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ദൗത്യം നിർവഹിക്കാനുള്ള വല്ല കൽപ്പനയും ഇറക്കപ്പെട്ടാൽ, അല്പം ക്ലേശവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും, നളറ ബഅ്ലുഹും ഇലാ ബഅ്ലിൻ, കപടവിശ്വാസികൾ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കും. രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന കപടന്മാർ ഈ കൽപ്പന ഉൾക്കൊള്ളുന്ന സൂറത്തോ ആയത്തോ കേൾപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവർ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കും. ഉള്ളിൽ കാപട്യം സൂക്ഷിക്കുന്നവരൊക്കെ മറ്റുള്ളവർ തങ്ങളുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും സംശയിച്ചു കൊണ്ടിരിക്കുമല്ലോ. ആ അടിസ്ഥാനത്തിലാണ്
അവരുടെ ഈ നോട്ടം. ഹൽ യറാക്കും മിൻ അഹദിൻ, നിങ്ങളെ ആരെങ്കിലും കാണുന്നുണ്ടോ? ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുസ്ലിങ്ങളുമുള്ള ആ സദസ്സിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ആരെങ്കിലും തങ്ങളെ കാണുന്നുണ്ടോ എന്ന സംശയത്തോടു കൂടിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഹൽ യറാക്കും, നിങ്ങളെ കാണുന്നുണ്ടോ? മിൻ അഹദിൻ, ആരെങ്കിലും. അങ്ങനെ നോക്കി ഉറപ്പുവരുത്തി അവർ ഇറങ്ങിപ്പോകും. സുമ്മൻസറഫു, പിന്നെ അവർ പിരിഞ്ഞു പോകും, തഞ്ചത്തിൽ മുങ്ങിക്കളയും എന്ന അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ കേൾക്കുമ്പോൾ അത് ആസ്വദിക്കാൻ അവർക്ക് ക്ഷമയുണ്ടാവില്ല. തങ്ങളെക്കുറിച്ചുള്ള പുതിയ വല്ല സംഗതികളും വെളിപ്പെടുത്തുന്ന ആയത്താവുമോ എന്ന ഭയവും അവർക്കുണ്ടാവും. ഭാരിച്ച വല്ല ദൗത്യവും ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുമോ എന്ന പ്രശ്നവും അവർക്കുണ്ടാവും. എന്നാൽ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വിശദീകരിക്കുന്ന സദസ്സിൽ അവർക്ക് ഹാജരാവുകയും വേണം. അപ്പോൾ പിന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ, ഗൗനിക്കുന്നുണ്ടോ എന്നറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിന്നെ അവർ സ്ഥലം വിടും. ഇൻസറഫു എന്നാണ് അവർ പിരിഞ്ഞു പോകും എന്നതിന് പറഞ്ഞിരിക്കുന്നത്. സർഫ എന്നാൽ മാറിക്കളഞ്ഞു, തിരിഞ്ഞു കളഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. അതേ വാക്കുപയോഗിച്ച് തന്നെ അള്ളാഹു അവരോടുള്ള നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സറഫല്ലാഹു ഖുലൂബഹും, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തിരിച്ചു കളഞ്ഞിരിക്കുന്നു. ബി അന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, എന്തുകൊണ്ടെന്നാൽ കാര്യം ഗ്രഹിക്കാത്ത ജനമാണവർ. കഴിഞ്ഞ ആയത്തുകളിൽ സൂചിപ്പിച്ച എന്ത് കേട്ടാലും, എന്ത് പരീക്ഷണങ്ങളും അനുഭവങ്ങളും ഉണ്ടായാലും, എത്ര ഉത്ബോധനങ്ങൾ കിട്ടിയാലും തങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അള്ളാഹു ഖുർആനിലൂടെ വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും കാര്യം ഗ്രഹിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറില്ലാത്തവരായതുകൊണ്ട് അള്ളാഹു അവരെ അവരുടെ വഴിക്ക് തന്നെ തിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.